അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ജേണൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജേണലാണ്. അപ്പോൾ ഇതൊരു സ്മൈലി തീമിലുള്ള ഒരു ജേണലാണ്. അപ്പോൾ അതിനിടെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ആദ്യം ബ്രഷ് പെൻ കൊണ്ട് നമ്മളൊരു എന്താ പറയുക, ഒരു ബൗളെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെപ്പ് അതിൽ നിന്ന് സ്മൈലി വീഴുന്ന പോലെ, തെറിച്ച് വീഴുന്ന പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനിടെ ഇവിടെ ഞാൻ യെല്ലോ കളർ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് വട്ടം വരച്ചിട്ട് സ്മൈലി അത് വെട്ടിയെടുക്കാം, കുറച്ച് ചെറിയ വട്ടങ്ങൾ. അതാണ് അതിൽ ഇപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ഫെവിസ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒട്ടിക്കാൻ. എന്നിട്ട് നമ്മൾ ഇത് ഒട്ടിച്ച് കെട്ട് മാത്രമാണ് ബ്ലാക്ക് പെൻ കൊണ്ട് ഇങ്ങനെ സ്മൈലിയുടെ അത് വരച്ചു കൊടുത്താൽ മതി. അയ്യോ, ലാസ്റ്റ് ആൻഡ് ഫൈനലൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് തെറിച്ച് വീഴുന്ന പോലെയാണ് ഞാൻ ഒട്ടിച്ച് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഒരു കോട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ സൈഡിൽ. അതുപോലെ തന്നെ ഈ പേജ് മൊത്തം ഞാൻ ഫിൽ ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അഥവാ അല്ലെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യുവാണെങ്കിൽ എന്തായാലും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ജേണലാണ് സ്മൈലി ടീമിൽ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കൂടെ കമൻറ്റ് ചെയ്തോളൂ. എന്നിട്ട് നമ്മൾ ഓരോരോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടൊരു സൈഡിൽ ഞാൻ ഓരോന്ന് വരച്ചിട്ടുണ്ട്. ആ കോട്ട് അല്ലാണ്ട് എഴുതിയേക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ ഹാർട്ട്സിന് ചിഹ്നം വരയ്ക്കുക, അതിൽ കളർ ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റിലൂടെ പറയാനും മറക്കരുത്. പിന്നെ സൈഡിൽ ഞാനൊരു കോട്ട് പോലെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.